ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുട്ടുമടക്കിയപ്പോൾ തന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറമായ ദൈവപ്രവൃത്തികൾ നമ്മൾ കാണും. ആമേൻ. അല്ലെങ്കിൽ നമ്മൾ അല്പം പേരെ ആയിരിക്കാം, പക്ഷെ ദൈവത്തിന് വലിയ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ആമേൻ. യേശുക്രിസ്തു 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ആമേൻ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ, 12 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കൂടി കൂടി വന്നപ്പോൾ പുരുഷാരം, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? എവിടെയെല്ലാം യേശു സഞ്ചരിച്ചു അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അത് എന്ത് ചെയ്തു? ജനത്തെ അട്രാക്ട് ചെയ്തു. ഇന്ന് രാത്രിക്കാൽ ഒരു ദൂത് പറയാൻ, സഭയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കാം, വീരപ്രവർത്തികൾ നടക്കാം. ഈ കാലഘട്ടത്തിലും ദൈവപ്രവർത്തികൾ ഈ സഭയിൽ നടക്കാം. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി സാധ്യമാകുന്നില്ല. സഭയിൽ എന്തും അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങൾ കാണുക. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു നിലവാരത്തിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായി, മെഡിക്കൽ സയൻസിന് കഴിയുന്നതിനപ്പുറമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇവിടെ ആര് കയറി വന്നാലും അവരുടെ ജീവിതത്തിൽ അത് കാണണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അല്പം നിമിഷം മഹത്വം കൊടുത്താണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉപവാസ പ്രാർത്ഥന, അടുത്തൊരു ഉപവാസ പ്രാർത്ഥന, എല്ലാ മാസവും നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അല്ലെ അതൊരു പാരമ്പര്യ ചിന്തയാണ്. എല്ലാ മാസവും ഒരു ഉപവാസ പ്രാർത്ഥന നടന്നില്ലെങ്കിൽ അതൊന്നും ഒരു കുറവ് പോലെയും അങ്ങനെയല്ല. എന്നും നമ്മൾ ഉപവസിക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ കുഞ്ഞുനാൾ മുതൽ തന്നെ ഉപവസിക്കുന്ന ഒരാളാണ്. ഉപവസിച്ചേ പറ്റത്തുള്ളൂ. ചിലർ ഉപവസിക്കാൻ പാടാം, രോഗങ്ങളാ പ്രയാസങ്ങളാന്നെല്ലാം പറയും. പക്ഷെ ഉപവസിക്കാൻ കഴിയുന്ന രീതിയിൽ പല രീതിയിലുള്ള ഉപവാസങ്ങളുണ്ട്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഞാനിങ്ങനെ ആ ഉപവാസത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ഓപ്പറേഷന് വേണ്ടി കിടക്കുന്ന, ICUവിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച് ഇന്ന സമയത്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ഓപ്പറേഷന് വേണ്ടി റെഡിയായിരിക്കുന്ന ആ വ്യക്തിയോട് ഡോക്ടർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 8 മണിക്കൂറിന് മുമ്പ് വല്ലതും കഴിച്ചോണം. ഇനി അടുത്ത 8 മണിക്കൂർ ഒന്നും കഴിക്കരുത്. ദൈവം തന്ന ഒരു ചിന്തയാണ്. ICUവിൽ മരിക്കാൻ കിടക്കുന്ന, അല്ലെങ്കിൽ സീരിയസ് ആയി കിടക്കുന്ന, ഏതെങ്കിലും വിഷയത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയോട് ഡോക്ടർ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഓപ്പറേഷൻ കയറുന്നതിന് മുമ്പേ 8 മണിക്കൂർ കഴിക്കരുത്, കുടിക്കുകയും വരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ ആഴം? ആ ഡോക്ടറിന് ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന് ഒരു വിടുതൽ തരാൻ വേണ്ടി ഡോക്ടർ പറയുകയാണ് നീ കഴിക്കരുതെന്ന് പറയുമ്പോൾ, അതിനേക്കാൾ വലിയത് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം നിങ്ങളുടെ മധ്യം നിന്ന് പറയണം. ഒന്ന് ഉപവസിക്കാൻ പറയുകയാണെങ്കിൽ, യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ വലുതുണ്ട്. മനസ്സിലാകുന്നവർ ദൂരം മനസ്സിലായ എത്ര പേരുണ്ട്? ഭൂലോകത്തെ ഉണ്ടാക്കിയവനാ, മണ്ണുകൊണ്ട് നമ്മളെ മെനഞ്ഞവനാ. അവൻ പറയുകയാണ് നീ ഉപവസിക്കേ, കാരണം നീ ഉപവസിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, നിന്നെ തളർന്നു പോകത്തില്ല. അത് ദൈവത്തിന് അറിയാം. എത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? ചിലത് നീങ്ങണമെങ്കിൽ ഉപവസിച്ചേ പറ്റത്തുള്ളൂ, ചിലത് മാറണമെങ്കിൽ ഉപവസിച്ചേ പറ്റത്തുള്ളൂ. ഉപവസിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവസിക്കുമ്പോൾ മാത്രമേ ചിലത് നടക്കത്തുള്ളൂ. ഇന്ന് രാത്രികാലം ഉപവാസം ഒരു പേരിനല്ല, ഉപവാസ പ്രാർത്ഥന ഒരു പേരിനല്ല. ഉപവസിക്കാൻ തയ്യാറാകണം. വീട്ടിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കാൻ തയ്യാറാകുക. ഒരു വിഷയത്തിന് വേണ്ടി ഇരിക്കാൻ തയ്യാറാകുക. അതിനൊരു ആരാധന ആലയം വേണമെന്നില്ല. ചിലർ എന്ന പാസ്റ്റർ അടുത്ത ഉപവാസം, നമ്മുടെ നാട്ടിലിങ്ങനെ ഉണ്ട്. അടുത്തെന്ന പാസ്റ്റർ 7 ദിവസത്തെ ഉപവാസം, അടുത്തെന്ന ഇന്നാണ്. ഒരു വിഷയമുണ്ടെങ്കിൽ ഇരുന്നോണം. മനസ്സിലാകുന്നവർ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം
അതിൻ്റെ 8-ാം വാക്യം മുതലൊന്ന് വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം. ഒന്നുകൂടെ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൊന്ന് നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം മതി. ഇവിടെ അമ്മയുടെ എങ്ങനെ പറയുന്നു? അമ്മയുടെ ഗർഭം മുതൽ. ഈ വാക്കുകള് പ്രൊഫറ്റിക് ആയിട്ട് ഇന്ന് ഏറ്റെടുത്തോണം. അമ്മയുടെ ഗർഭം മുതൽ ചിലത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ശത്രു കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ, റാത്തിരി കമന വചനം പറയുന്നു, ആദ്യം വിടുതലുണ്ട്. ഓ, വിശ്വസിക്കുക. രാത്രികൾ വിശ്വസിക്കുക. ഉദരത്തിൽ തന്നെ ശത്രു ഇട്ട് കെട്ടിയ ചില കെട്ടുകൾ അപ്പോസ്തലൻ പറയുന്നു, അവൻ വ്യത്യസ്തനൊന്നുമല്ല, നമ്മളെ പോലെ ഒരു വ്യക്തിയാ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ പോലെ ഒരു വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ പോലെ ഒരു വ്യക്തിയാ. Only thing he was called by God. ദൈവം അവനെ തൊട്ടു, അവനെ ദൈവം തെരഞ്ഞെടുത്തു. നീ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാ. ഇന്ന് രാത്രികാല ദൂത് നിന്നോടുള്ള ദൂതാ. ഏറ്റെടുക്കാൻ കഴിവുള്ള ഏറ്റെടുത്താണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കെട്ടിയ ചില കെട്ടുകളെ ഇന്ന് രാത്രികാലം ദൈവം അതിനെ പൊട്ടിക്കുക. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ട് ഇന്ന് രാത്രികാലം ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റെടുത്താട്ട് ഇന്ന് രാത്രികാലം ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അമ്മയുടെ ഉദരത്തിൽ തന്നെ ശത്രു കെട്ടിയ ചില കെട്ടുകൾ, അമ്മയുടെ ഉദരത്തിൽ തന്നെ ശത്രു ബന്ധിച്ച ചില ബന്ധനങ്ങൾ നിന്നെ ഉയർത്തത്തിൽ നിന്ന്, നിന്നെ മാറ്റത്തിൽ നിന്ന്, നിന്നെ വാതൃത്വത്തിലേക്ക് വിടത്തില്ലെന്ന്, നന്മ കാണത്തില്ലെന്ന്, നീ അത്ഭുതം കാണത്തില്ലെന്ന് ശത്രു കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രികാലം ദൈവം അഴിക്കുക. ഇന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് എല്ലാം അത്ഭുതം ചെയ്തത്. പൗലോസ് ധൈര്യം കൊണ്ട് അവൻ വചനം പറഞ്ഞു. അവൻ ദൈവം പറഞ്ഞു, ദൂതിനെ കൈമാറി. ദൈവം വചനോടെ പറഞ്ഞു. ആ വചനം കേട്ട് അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തവൻ ഇതാ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം ഈ വചനത്തെ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നീ എഴുന്നേറ്റ് നടക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചിന്തിച്ചു നോക്കിയേ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ഒരിക്കലും നടന്നിട്ടില്ല ഒരിക്കലും, കാലിന് ശക്തിയുമില്ല. അവൻ നടന്നിട്ടുമില്ല, കാലിന് ശക്തിയുമില്ല. ആമേൻ, ഹല്ലേലൂയ. അവൻ നടന്നിട്ടില്ല, അവന്റെ കാലിന് ശക്തിയില്ല. അടുത്തിങ്ങനെ പറയുന്നു, ഇവൻ ചെറുപ്പമല്ല, പുരുഷനാണ്. ഇവൻ പുരുഷനാണ്, ചെറുപ്പമല്ല. ഹല്ലേലൂയ. നമുക്ക് തോന്നാം ചിലപ്പോൾ വളരുമ്പോൾ എല്ലാം ശരിയാവും. ആമേൻ. But he has already grown up. ഇനി ഒരു സാധ്യതയില്ല. ആമേൻ. വിശ്വസിക്കാൻ തയ്യാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ഇന്നും കഴിയുന്നേ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവം ചെയ്തെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിലുള്ളതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ഇന്നും ദൈവത്തിന് കഴിയും. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ.
ഞാൻ വിശ്വസിക്കുന്നു അവൻ ഇന്നും ദൈവത്തിന് ഇത് ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഈ അത്ഭുതത്തിന് ഡോക്ടർമാർ നോ എന്നേ പറയത്തുള്ളൂ, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. They will give you a disability. ഇവിടെയാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും, ടാക്സ് ക്രെഡിറ്റോ എന്ത് വേണേ മേടിച്ചോ എന്ന് പറയും. ഇനി ഇത് നടക്കത്തില്ല. മനസ്സിലാകാത്ത എത്ര പേരുണ്ട്? ഇനി നടക്കത്തില്ല, ഇനി നടക്കത്തില്ലെന്നേ, ഇനി നടക്കത്തില്ല, നടന്ന് കാണത്തുമില്ല. പക്ഷെ അങ്ങനെയുള്ള നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല 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 എന്ന് പറയുന്ന ചില വിഷയത്തിന്റെ അകത്തോ ഇന്ന് രാത്രി കാല ദൈവം പറയാ ചിലത് നടന്ന് കാണോ, ദേശം കാണോ. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രികൾ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ലെന്ന് പറഞ്ഞ വാക്കുകളുടെ മധ്യേ ഇന്ന് രാത്രികൾ ദൈവിക ദൂത നടന്ന് കാണാൻ പോവുകയാണ്. കഥപുസ്തകമല്ല, ഇത് ജീവനുള്ള വചനമാണ്. ഈ ജീവന് ശക്തിയുള്ള വചനമാണ്. ജീവനില്ലാത്തടുത്ത് ജീവൻ പകരുന്നത്, ശക്തി ഇല്ലാത്തടുത്ത് ശക്തി പകരുന്നതുമായ ഈ ദൈവ ശബ്ദമാണ്. ഇന്ന് രാത്രിക്കാലം ദൂരേറ്റെടുക്കാൻ കഴിയുള്ള എത്ര പേരുണ്ട്? നടക്കത്തില്ലെന്ന് പറയുന്നത് ചിലത് നടന്നു കാണാൻ പോവുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ചിലത് നടക്കാൻ പോവുക. എനിക്കറിയത്തില്ല, എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവിക ശബ്ദം രാത്രിക്കാലം എന്റെ ജീവിതത്തിൽ എത്ര പേര് റിസീവ് ചെയ്യാൻ പറ്റും? നടക്കത്തില്ലെന്ന് പറയുന്ന, ഈ നടന്ന് കാണത്തില്ലെന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഇത് കാണത്തില്ലെന്ന് നീ പറയും. ചിലർ പറഞ്ഞു കാണാം, ഡോക്ടർമാര് പറഞ്ഞു കാണാം, ഒരാക്കമന ചില വിഷയത്തിന്റെ അകത്തോ അതിനെ വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഇത് വചനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ പ്രസംഗിച്ചു ശരിയാ, പക്ഷെ അത് വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ഗർഭം മുതൽ അവന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കൽ നടക്കത്തില്ലെന്ന് എഴുതപ്പെട്ടവനാണ്. അവൻ വിശ്വസിച്ചു. അവൻ ഒരത്ഭുതം കണ്ടിട്ടല്ല വിശ്വസിച്ചത്, ദൈവ ശബ്ദം കേട്ടവൻ വിശ്വസിച്ചു, ഈ വചനം കേട്ടവൻ വിശ്വസിച്ചു. അവിടെ വേറെ അത്ഭുതം നടന്നത് കണ്ടല്ല വിശ്വസിച്ചത്, ദൈവ ശബ്ദം കേട്ട് വിശ്വസിച്ചു. ആസാമിലെ ഒരു മീറ്റിങ്ങിന് പോയി. ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ ടീമുമായിട്ടാണ് പോയത്, മിനിസ്ട്രിക്ക് ആസാമിലെ. അവിടെ ഒരു ഗ്രൗണ്ടില് എല്ലാം സെറ്റ് ചെയ്തു. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആ കൺവെൻഷൻ ഒരു ഗ്രൗണ്ടാണ്, വലിയ ഒരു ഗ്രൗണ്ടാണ്. അതിൻ്റെ ചുറ്റും അവിടെ സ്റ്റേജ് എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീക്കറെല്ലാം സെറ്റ് എല്ലാം അവിടെ സെറ്റിങ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് മീറ്റിംഗ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ ഗ്രൗണ്ടിനെ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വ്യക്തി, അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇവിടെ ഭയങ്കര പ്രോഗ്രാംസ് എല്ലാം നടക്കുന്ന ഗ്രൗണ്ടാണ്, എല്ലാ മതത്തിൻ്റെയും പരിപാടി നടക്കുന്ന ഗ്രൗണ്ടാണ്, അങ്ങനെ ക്രിസ്ത്യാനിയൊന്നുമില്ല. ആമേൻ. നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ജനത്തിലെ ഭാഗത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആമേൻ. ഇട്ടിരിക്കുന്ന ഡ്രസ്സും കയ്യിലെ കെട്ടും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീക്ഷിക്കണമെന്നിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് നടക്കും എന്നെല്ലാം നടക്കുക. പക്ഷെ ഞാനതൊന്നും നോക്കാതെ ശരി ഓക്കെ ബ്രദർ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ എനിക്കറിയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൗത്യം, എനിക്ക് ദൈവം ഒരു നിഗമം തന്നു, അതിന് ചുറ്റും പ്രാർത്ഥിച്ച് നടക്കാൻ, എൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു നടക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു നടക്കുകയായിരുന്നു. രാത്രി മീറ്റിംഗ് തുടങ്ങി ആൾക്കാർ കിട്ടുക, ഗ്രൗണ്ട് മൊത്തം ആളുകൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഞാൻ മെസ്സേജിനെ കയറുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ
ഒരു ട്രക്കിൽ, ഓപ്പൺ ട്രക്കിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിക്കപ്പ് ട്രക്ക് ഉണ്ടല്ലോ, അതുപോലെ ഒരു ട്രക്കിൽ ഒരു ബെഡ്ഷീറ്റിൽ ഒരു ലേഡിയെ 4 പേരായിട്ട് തൂക്കിയെടുത്ത് ഗ്രൗണ്ടിൻ്റെ മുമ്പ് കൊണ്ട്, സ്റ്റേജിൻ്റെ മുമ്പ് കൊണ്ട് കിടത്തി. ഒരു പ്രായമുള്ള സ്ത്രീയാണ്. 4 പേര് ബെഡ്ഷീറ്റിലാണ് തൂക്കിക്കൊണ്ട്, കെട്ടില്ല, ബെഡ്ഷീറ്റിൽ കൊണ്ടുവന്ന് കിടത്തി. മെസ്സേജ് കഴിഞ്ഞിട്ട് അവൻ പോയി ചോദിച്ചാൽ മനസ്സിലായത് ഈ വ്യക്തി അവിടെ ഉണ്ട്. രാവിലെ കണ്ട വ്യക്തി അവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുക, ആ സൈഡിൽ നിന്നുകൊണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ട് അവൻ മെസ്സേജ് തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന വ്യക്തി ആദ്യത്തെ 10 മിനിറ്റ് ആയപ്പോൾ തൻ്റെ തൊണ്ട ലോക്കായ, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, പെട്ടെന്ന് ക്രൗഡിൽ നിന്ന് ഒരു പാസ്റ്റർ ഓടി വന്നു, പാസ്റ്ററെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദൈവം എല്ലാം ഒരുക്കി വെച്ചിരുന്നു. ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നത് ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ ആയിരുന്നു. ദൈവം അടുത്തുകൊണ്ട് നിർത്തിയത് അഭിഷേകത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ദൈവദാസൻ. മീറ്റിംഗ് കഴിഞ്ഞ്, ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി, ആ വ്യക്തിയുടെ കാര്യം അന്വേഷിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, കിടരോഗിയാണ്, വർഷങ്ങളായിട്ട് കിടക്കുക, ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. ദൈവം വിടിവിക്കുമെന്നൊരു വിശ്വാസത്തോടെ വണ്ടി പിടിച്ച് കൊണ്ടുവന്നതാണ്. അമ്മേ, വിശ്വാസത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം സൗഖ്യമാക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. 4 പേര് ചേർന്ന് ഒരു വ്യക്തിയെ കൂര പൊളിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ച് അവനെ വീണ്ടും 4 പേർക്ക് പൊക്കിക്കൊണ്ട് പോകേണ്ടി വന്നില്ല. അവൻ സ്വന്തമായി എഴുന്നേറ്റ് നടന്നു. ഇന്ന് രാത്രിക്കാൽ ഒരു ദൂത് പറയാ, നിന്റെ വിഷയം എത്ര വലുതായാൽ ഇത് നീ പൊക്കിക്കൊണ്ട് പോകാനല്ല, അതിൻ്റെ അകത്ത് വിടുതൽ തന്ന് നിന്നെ നടത്തി അത്ഭുതം കണ്ടെത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. കട്ട് ഷോട്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ആ വ്യക്തി ചാടി എഴുന്നേറ്റ് തുള്ളി ആരാധിച്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചാടി ഓടി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഓടി. അതിന്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അന്നെടുത്ത ആ ക്യാമറയിലെ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും കാണുക, എനിക്ക് ഓർമ്മയില്ല. ആ വീഡിയോ ഇപ്പോഴും എനിക്ക് ഓർക്കുന്നത്, ഞാൻ ആ സീനാ ഓർക്കുന്നത്. ട്രക്കിൽ വണ്ടി പിറകെ വന്നിറങ്ങുന്നു, നല്ല ബെഡ്ഷീറ്റിൽ ഈ വ്യക്തിയെ തൂക്കി 4 പേര് തൂക്കിക്കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നടത്തുന്നു. ആമേൻ. ഇന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യുന്നു. വചനം പറയുന്നു, അവൻ വിശ്വസിച്ചു. ആമേൻ. പാസ്റ്ററിന്റെ കഴിവിലല്ല, പാസ്റ്ററിന്റെ കഴിവുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം പറയണ ദൂത അതുപോലെ പറയണം. അമ്മേ, പനിക്ക് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നാളെ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ധൈര്യമുള്ള ദൈവ മക്കൾ എഴുതേക്കണം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒരു ജനറേഷൻ ആണ് ഇനി ദേശത്തിന് വേണ്ടത്, ഇനി രാജ്യങ്ങൾക്ക് വേണ്ടത്, ആ സഭയ്ക്ക് വേണ്ടത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൂതേറ്റെടുത്താട്ടെ. നിങ്ങളുടെ തലമുറ അങ്ങനെയാകട്ടെ, നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാകട്ടെ. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. ഇന്ന് രാത്രികാലം നിന്നെ കെട്ടിയ ചില ബന്ധനത്തിൽ നിന്ന് നീ പുറത്തു വരുന്ന രാത്രിയാണ്. നിന്നെ കെട്ടിയ ചില ബന്ധനത്തിൽ നിന്ന് നീ പുറത്തു വരുന്ന രാത്രിയാണ്. ചിലര് പറയും ഹല്ലേലൂയ, എന്തു ബന്ധനം. പെന്തക്കോസ്തുകാർക്ക് സ്നാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ബന്ധനം. ചിലരെങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കിവിടെ ബന്ധനം. ചിലരെങ്ങനെ ചിന്തിക്കുന്നേ? നമ്മൾ ആരാ? അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. അബ്രഹാമിന് കൊടുത്ത സകല വാഗ്ദത്തത്തിനും അവകാശികളുമാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തു യേശുവിൽ കൂടെ അബ്രഹാമിന്റെ സന്തതികളായി. എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ക്രിസ്തു യേശുവിൽ കൂടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണല്ലോ. ആമേൻ. ക്രിസ്തു യേശുവിൽ കൂടെ, സ്നാനത്തിൽ കൂടെ നമ്മൾ ക്രിസ്തുവിലായി.
ക്രിസ്തുവിലായവരാരാണ്? അബ്രഹാമിന്റെ സന്തതികളാണ്. അബ്രഹാമിന്റെ സന്തതികളാണ്. ആമേൻ. നിങ്ങളും ഞാനും ജാതികളായിരുന്നു, കാട്ടൊലിവായിരുന്നു. നമ്മുടെ നാട്ടൊലിവാക്കി ദൈവം മാറ്റി. എന്തിനാണെന്നറിയാമോ? അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ. നിങ്ങൾ ഒരു അത്ഭുതമാക്കുവാൻ, നിന്റെ കുടുംബത്തെ ഒരു അത്ഭുതമാക്കുവാൻ. ഓ പ്രാർത്ഥന ഹത്തന ശത്രു മൂടിയതിനെ ചിലതിനെ, ഓ ശത്രു മൂടിയ ചില നന്മകളെ ഓ പ്രാർത്ഥന വീണ്ടും പുറത്തെടുക്കാൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. യേശുക്രിസ്തു ശുശ്രൂഷ കാലത്ത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ ലൂക്കോസ് 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ ഒന്ന് വായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. നമുക്കൊന്ന് വായിക്കാമോ? 10-ാം വാക്യം മുതൽ 13-ന്റെ ലൂക്കോസ് 13-ന്റെ 10-ാം വാക്യം മുതൽ. ഒരു ശബത്തിൽ, നിങ്ങളുടെ ബൈബിളിലെല്ലാം ഹെഡിങ് ഉണ്ടോ അവിടെ? ആ അധ്യായം തുടങ്ങുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ഹെഡിങ് ഉണ്ടോ? യേശു ശബത്തിൽ സ്ത്രീയെ സൗഖ്യമാക്കി. എല്ലാവർക്കും ഹെഡിങ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹെഡിങ് അതാണ്. ശബത്തിൽ യേശു സ്ത്രീയെ സൗഖ്യമാക്കി. ബിക്കോസ് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് ജൂസ്. അവരുടെ വേറെ ഒന്നുമല്ല, യേശു ചെയ്തതിനെ തെറ്റെന്ന് കാണിക്കാൻ വേണ്ടിയാ. സൗഖ്യമാക്കിയതിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. യേശു എന്ത് ചെയ്താലും അതിനൊരു തെറ്റ് കണ്ടുപിടിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? സൗഖ്യമാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ യേശു സൗഖ്യമായ ശബത്തിലാണ്. ശബത്തിൽ സൗഖ്യമാക്കുന്നതിനും കുഴപ്പമില്ല. കാരണം യേശു ക്രിസ്തു എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോൾ അതിനൊരു മറുപടി ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ശബത്തിൽ നന്മ ചെയ്യാം. നന്മ ചെയ്യാം. പക്ഷെ യേശു ചെയ്യുമ്പോൾ യേശുവിന് ഈ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചതാ. പക്ഷെ അതിലോട്ടായിരുന്നു എല്ലാവരും ഫോക്കസ്. പക്ഷെ ഇവരെ വാഴപ്പിക്കുന്ന ഒരു വാചകം ദൈവമോടെ പറയുവാനിടയായി. ആമേൻ. യേശുക്രിസ്തു ശബത്തിലെ നന്മ ചെയ്യുന്നതിനെല്ലാം കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ they were not satisfied. യേശു അതങ്ങനെയല്ല പറയുന്നത്. പക്ഷെ യേശു പറഞ്ഞ ഒരു വാക്കിൽ അവരുടെ വായ് അടച്ച് ജനങ്ങൾ സന്തോഷിക്കുവാനിടയായി. ഹല്ലേലൂയ. 16 മുതൽ ഒന്ന് വായിക്കാം. എന്നാൽ യേശു പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന. ഇനി അടുത്ത വാക്ക് നിങ്ങൾ ചേർന്ന് പറയണം. അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ അഴിച്ച് വിടേണ്ടതല്ലയോ? മതി. ഇവളാരാ? അബ്രഹാമിന്റെ സന്തതി, മകൾ. ഇവളെവിടെ നിൽക്കുന്ന? ഇപ്പോൾ ആലയത്തിന്റെ അകത്ത്. ആലയത്തിന്റെ അകത്ത് നീ ബന്ധനമായിട്ട് വന്നാൽ ബന്ധനമായിട്ടല്ല പുറത്തു പോകേണ്ടത്. പേര് അബ്രഹാമിന്റെ സന്തതിയാ. പേര് സ്നാനമെടുത്ത് ക്രിസ്തുവില. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. പക്ഷെ ബന്ധനം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അഴിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇവിടെ അബ്രഹാമിന്റെ സന്തതിയെ വചനം പറയുന്നു പിശാച് ബന്ധിച്ചെന്ന. അതിന് മുമ്പ് നമ്മൾ വായിച്ചല്ലോ. ഒന്ന് വായിക്കാം. 11-ാം വാക്യം ഒന്ന് വായിക്കാം. 18 സംവത്സരമായി രോഗ ആത്മാവ് ബാധിച്ചിട്ട്. അപ്പം ഒരു രോഗ ആത്മാവ് ബാധിച്ചു. ആരെ ബാധിച്ചിരിക്കുന്നത്? അബ്രഹാമിന്റെ സന്തതിയെ. എത്ര മനസ്സിലാവുന്നുണ്ട്? ഈ രോഗാത്മാവ് ആരെ ബാധിച്ചിരിക്കുന്നേ? അബ്രഹാമിന്റെ സന്തതിയെ. അടുത്ത ബന്ധനം ഇവിടെ അതിന്റെ 16-ാം വാക്യം ഒന്നുകൂടെ ഇനി വായിക്കുമെന്ന് കുഞ്ഞുകൂടെ മനസ്സിലാവും. എന്നാൽ ആരെ കെട്ടിവെച്ചിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതിയെ? സാത്താൻ. ഇന്ന് രാത്രികാലം ഒരു ദൂത് പറയാം. ഒരു ബന്ധനവും നീ ആലയത്തിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നിലനിൽക്കത്തില്ല. ഇന്ന് രാത്രികാല ബന്ധനത്തെ അഴിക്കുന്നൊരു ദൈവം.
ഓ, ഈ മുടന്തനായ വ്യക്തി അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരും പ്രസംഗം കേൾക്കാൻ വന്നിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ശത്രു ഗർഭത്തിൽ വെച്ച് തന്നെ ബന്ധിച്ചിരുന്നു. ഇന്ന് രാത്രികാല ഈ വചനത്തിന്റെ ശക്തി ഇവന്റെ ഉള്ളിലേക്ക് എത്തി. ആ വചനത്തിൽ ഇവൻ വിശ്വസിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഈ വിശ്വാസം അവന്റെ ബന്ധനത്തെ അങ്ങ് പൊട്ടിച്ചു. വിശ്വസിക്കാറുണ്ടോ? ഇന്ന് രാത്രികാലം നീ അബ്രഹാമിന്റെ സന്തതിയാ. വാഗ്ദത്ത പ്രകാരം അവന്റെ സകല അവകാശത്തിന്റെയും ഓഹരിക്കാരനാണെങ്കിൽ ഇന്ന് രാത്രികാല ശത്രു കെട്ടിയ ചില ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനത്തെ ഇന്ന് രാത്രികാലം നീ അറിയാതെ കെട്ടിയ ചില ബന്ധനങ്ങൾ, നിന്റെ തലമുറയെ കെട്ടിയ ബന്ധനങ്ങൾ, നിന്റെ നന്മയെ കെട്ടിയ ബന്ധനങ്ങൾ, കുടുംബജീവിതത്തെ കെട്ടിയ ബന്ധനങ്ങൾ, നന്മയെ കെട്ടിയ ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം ഏത് ബന്ധനമായാലും അത് ഇന്ന് രാത്രികാലം അഴിയാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചിട്ട് ഇവിടെ അബ്രഹാമിന്റെ മകളാണ് നീ, അബ്രഹാമിന്റെ മകനാണ് നീ, അബ്രഹാമിന്റെ മകളാണ്. നിനക്കെതിരെ ഒരു പൈശാചിക പദ്ധതിക്ക്, ഒരു ബന്ധനത്തിന് നിന്നെ കെട്ടുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ ഇന്ന് രാത്രികാലം അഴിയപ്പെടട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എപ്പോഴും കെട്ടിയെന്ന് അറിയാൻ പാടില്ല. 18 വർഷമായെന്ന് പറഞ്ഞാൽ ഗർഭത്തിലല്ല കിട്ടിയത്. ഗർഭത്തിലല്ല കെട്ടിയത്. ഗർഭത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ വ്യക്തമായിട്ട് എഴുതിയേനെ. ഗർഭം മുതൽ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗർഭം മുതൽ മുടന്തനായിരുന്നു, ഗുരുടനായിരുന്നു, അതെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എത്ര മനസ്സിലാകുന്നുണ്ട്? ഇവിടെ 18 വർഷമെങ്കിൽ 18 വർഷം കൂടെ നടന്ന ഒരു സംഭവമാണ്. ഏതോ ഒരു വിഷയത്തിൽ കൂടെ കയറി കെട്ടിയതാ. അപ്പൊ എത്ര മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഏതോ ഒരു വിഷയത്തിൽ കൂടെ കയറി കെട്ടിയതാ. ഇന്ന് രാത്രികാലം 18 വർഷം മുമ്പ് നടന്ന ചില വിഷയത്തിന്റെ അകത്ത് നിങ്ങളെ ബാക്ക് ട്രാക്ക് ചെയ്തോ. ഇന്ന് രാത്രികാലം 18 വർഷം മുമ്പ് നടന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് രാത്രികാലം ഒരു വിടുതല. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ട് നിന്നെ കെട്ടിയ, നിന്റെ കുടുംബത്തെ കെട്ടിയ, നിന്റെ തലമുറയെ കെട്ടിയ, നിന്റെ ഭാവിയെ കെട്ടിയ, നന്മയെ കെട്ടിയ ചില വിഷയത്തിന്റെ അകത്ത് ചില വിടുതലുകൾ വിശ്വസിക്കാൻ കഴിയുന്നവർ കരങ്ങളെ തട്ടി മുന്നേറ്റെടുക്കാട്ടെ. ഇന്ന് ശനിയാഴ്ച ഇന്ന് രാത്രി ിൽ കെട്ടിയ ചില മണ്ഡലങ്ങൾ, 2006 കെട്ടിയതിന്റെ മണ്ഡലം, 2006 കെട്ടിയ ചില ബന്ധനങ്ങൾ, 2006 കെട്ടിയ നിന്നെ കെട്ടിയ 2006 നിന്നെ കെട്ടിയ 2006 നിന്നെ കെട്ടിയ നിന്നോടുള്ള ദൈവിക ദൂതം ഒരു വ്യക്തിയോടല്ല ഇന്ന് രാത്രികാലം. ഈ ദൂതം 2006 കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രികാലം ആത്മാവിനെ എരിച്ചു കളയാണ്. അഭിഷേകത്തിന്റെ തീയതിനെ എരിക്കുക. ഉപവാസ പ്രാർത്ഥന ഒരു വലിയ വിടുതലിലേക്ക് പോകാൻ പോവാ. ചിലരുടെ ജീവിതത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ചില എന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതല. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ജീവിതത്തിൽ വലിയ വിടുതല. എത്ര പേർ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? എന്റെ ജീവിതത്തിൽ ഒരു വിടുതല. കാണത്തില്ലെന്ന് പറഞ്ഞെടുത്ത, നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത, രാത്രിയിൽ വീണ്ടും ആ വാക്യം പറയും. നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത, നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത, നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത
നിന്നെ ഒരു വ്യത്യസ്തനാക്കി. ഓ ശക്തിയേറെ വീരാധാര രംധാരാവ ഉടവരക്ഷ ധേരവരംധേ ഉടാധാര ക്ഷൈരവരംധ ഉടാധാര ക്ഷൈര ധേരേ. യേശുവിന് ബന്ധനത്തിൽ കിടക്കുന്ന ഇഷ്ടമില്ല. ഈ ദൈവസന്നിധിയിൽ വന്നിട്ട് വീണ്ടും ബന്ധനത്തോടെ ചലിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. ഇന്ന് രാത്രിക്കാല ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ നിവരും. നീ തല കുനിച്ചെടുത്ത് ദൈവത്തിന്റെ തല ഉയർത്തും. നീ തല കുനിച്ച പട്ടണത്തിൽ ദൈവത്തിന്റെ തല ഉയർത്തും. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്നെ മാനിക്കും. അതിനെ വിശ്വസിക്കുക. ഈ വർഷം നിങ്ങൾ നോട്ട് ചെയ്തോ? ശത്രുവിന്റെ ചില കുരുക്കുകൾ. 2006 ഒരു വ്യക്തിയോടല്ല, എനിക്ക് ഉറപ്പുണ്ട്. ദൈവം വ്യക്തമായിട്ട് 2006 നിന്റെ സ്വപ്നത്തെ ചിലതിനെ കെട്ടിയ കെട്ട നിന്റെ വിശ്വാസത്തോടുള്ള യാത്രയെ കെട്ടിയ ചില കെട്ടുകളാണ്. അതിനുശേഷം ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫില് ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ 2006 വരെ പോയിക്കൊണ്ടിരുന്ന ആ ഗ്രാഫ് പെട്ടെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നത് ഗ്രാഫ് കാണിക്കുക. അതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. നന്മയില്ല, ആത്മീയത്തിന് കുറവെന്നല്ല, ആ ലെവലിലാണ്. ഇന്ന് രാത്രികാല ആ കെട്ടിനെ, ആ ബന്ധനത്തെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ യേശു അഴിക്കുക, യേശു അഴിക്കുക, യേശു അഴിക്കുക. നിന്നെ ഒരു അത്ഭുതമാക്കാൻ ഏറ്റെടുക്കാൻ കഴിയുന്നത് ഏറ്റെടുക്കാട്ടെ. യേശു വന്നാൽ ഇന്ന ദിവസമെന്നല്ല, ഇന്ന സൗഖ്യം. യേശു ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന ദിവസമെന്നല്ല, ഇന്ന സൗഖ്യം. യേശു വന്നാൽ ഇന്ന് സൗഖ്യമാണ്. യേശു വന്നാൽ ഇന്ന് വിടുതല. യേശു സംസാരിച്ചാൽ, യേശു നിന്നെ തൊട്ടാൽ ഇന്ന് വിടുതല. യേശു നിനക്ക് വേണ്ടി സംസാരിച്ചാൽ ഇന്ന് വിടുതല, നാളെ അല്ല. ഈ വചനം എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒഴിഞ്ഞ കസേരയിൽ ഇനി ആരെങ്കിലും കയറി ഇരുന്ന അവനെ കയറി പിടിക്കും. ഓ, ഞാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കേറി ഈ വചനം ഇനി പ്രസംഗിക്കണ്ട, പക്ഷെ ഇതിവിടെ കേറി വരുന്നവൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ വിശ്വസിക്കും, വിശ്വസിക്കും. ഇന്ന് രാത്രികാലം ഏത് വിശ്വത്തിന്റെ അകത്ത് ആര് ബന്ധനത്തിൽ കയറി വന്നാലോ, അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലോ, പക്ഷേ ഈ ആലയത്തിന്റെ അകത്തേക്ക് കാല് കുത്തുമ്പോ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ വിടുതൽ വിശ്വസിക്കാൻ കഴിയുള്ളവർ എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വചനം ഹല്ലേലൂയ അതിന്റെ കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ലെന്ന് ദൈവവചനം പറയുമ്പോൾ ഇന്ന് രാത്രിക്കാലം ഒരു ദൂത, ഈ സഭയോടുള്ള ദൂത ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, ഈ കസേരകളിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അതെങ്ങനെ സംഭവിക്കാം? അതെങ്ങനെ സംഭവിക്കാം?
വചനം പറയുന്നു നിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ കല്ലുകള് ഉത്തരോ എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിവച്ചിരിക്കുന്ന മരങ്ങളും എന്ത് ചെയ്യും? സംസാരിക്കുമെന്ന്. അതെങ്ങനെ സംസാരിക്കും? കഴുതയെ കൊണ്ട് ദൈവത്തിന് ദൂത് പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രികാലം ചലിക്കാത്തതിനെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. വിശ്വസിക്കുക. രാത്രി ജീവനില്ലാത്ത യേശുവിന്റെ വസ്ത്രത്തെ കയറി തൊട്ടപ്പോൾ അവിടെ സൗഖ്യം വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഇവിടെ നിറഞ്ഞിരിക്കുന്ന സാന്നിധ്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കസേരകളും ഈ സാന്നിധ്യത്തിലാണെങ്കിൽ ഇതിലും ഒരു നിറവുണ്ട്. ഇതിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യങ്ങളിൽ ഇവിടെ രോഗിയായിട്ട് കയറി വരുമ്പോൾ തന്നെ ആ രോഗം വിട്ടുമാറും. ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. വചനം പറയുന്നു പത്രോസിന്റെ നിഴല് തെറ്റി സൗഖ്യമായെന്ന്. ഇന്ന് രാത്രികാലം ഒരു ദൂത് പറയാ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിഴല് മതി. വിശ്വസിക്കാൻ കഴിയുള്ള എത്ര പേരുണ്ട്? അതിന്റെ അർത്ഥം നിഴലൊന്നും തട്ടിയാൽ സൗഖ്യമാകുന്നുള്ള വിശ്വാസത്തോടെ ഒരു കൂട്ടക്ഷണം നിഴല് കാണാൻ കാത്തിരുന്നു. ഇന്ന് രാത്രികാലം ഒരു ദൂത് പറയാ, ഇവിടെ കയറി വന്നാൽ സൗഖ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജനം ഓടി വരുന്ന ദിവസങ്ങളാക്കി ദൈവം ഈ പട്ടണത്തെ മാറ്റാൻ പോവുകയാണ്. ഈ പട്ടണത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഒരു പൊട്ടനെ പോലെ വിളിച്ചു പറയുകയാണ്, ഈ പട്ടണത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഈ പട്ടണത്തിൽ കാൽഗരി മണ്ണിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ ഈ പട്ടണത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആസാമിൽ മാത്രമല്ല കാൽഗരിയിൽ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെങ്കിൽ ഒരു അത്ഭുതം മറ്റൊരു അത്ഭുതത്തെ ഉളവാക്കാം. വചനത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് ചെയ്ത അത്ഭുതം എന്ന് പറയാൻ അപ്പോസ്തലന്മാർ ചെയ്ത അത്ഭുതങ്ങൾ അത് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ഇന്നും അഭിഷേകമുള്ളവൻ അത്ഭുതങ്ങൾ റീക്രിയേറ്റ് ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികൾ വിശ്വസിക്കാത്തവരുള്ള എത്ര പേരുണ്ട്? നടക്കത്തില്ലെന്ന് പറയുന്ന അവരാക്കിനെ എന്നെ കൊണ്ട് ദൈവം വീണ്ടും പറയുന്നു, നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് നീ നടന്നു കാണാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ ദൂതുമായിട്ടൊന്നുള്ള കണക്ട് ചെയ്യാം. ഉപവസിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് അത്ഭുതമെന്ന് തോന്നത്തക്ക രീതിയിൽ എണ്ണപ്പെട്ട ദിവസത്തിനുള്ളിൽ തന്നെ യെരൂശലേമിന്റെ മതിലുകളെ പണി. ഇന്ന് രാത്രികാലം ഉപവസിക്കുന്ന വെറുതെ അല്ലെന്നേ. രാത്രി ശത്രുക്കൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കാം, ഇതെങ്ങനെ നടന്നു? കുറിച്ചു വച്ച 52 ദിവസം വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രികാലം ദൈവത്തിന് പ്രവർത്തിക്കാം. കൂട്ടുക. ഇവരൊരു 100 ദിവസം എടുത്തെങ്കിൽ എങ്ങനെയെങ്കിലും നടന്നേനെ. പക്ഷെ ദിവസം എണ്ണി നോക്കിയപ്പോ ഇത് ഒരിക്കലും സാധ്യമല്ല. ഇന്ന് രാത്രികാലം ഒരു ദൂത് പറയാ, അനേകർക്ക് ഇത് നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് വിധിയെഴുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. I believe in miracle. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറുള്ള ആരുണ്ട്? ഹല്ലേലൂയ. നീ കുറിച്ചിട്ടോ ദിവസങ്ങളെ കുറിച്ചിട്ടോ ഞാൻ ഉറപ്പു പറയാണ്, 52 ദിവസം നിങ്ങൾ കുറിച്ചിട്ടോ ചില വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി കാണാൻ പോവുക. കുറിച്ചിട്ടോ ഇന്നത്തെ ദിവസം ഒന്ന് കുറിച്ചിട്ടോ 52 ദിവസം കുറിച്ചിട്ടോ ഒരാളുടെ ദൂതല്ല, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടുള്ള ദൂത. ഒന്ന് കുറിച്ചിട്ടോ 52 ദിവസം ദൈവം ഉപവസിക്കുന്ന വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തികൾ 52ാം ദിവസത്തിന് മുമ്പ് തന്നെ ചില ദൈവപ്രവൃത്തികൾ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതി, ലോകം ആശ്ചര്യമെന്ന് പറയത്തക്ക രീതി, നിന്നെ നല്ലവണ്ണം അറിയുന്നവർ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതി, നിന്റെ വിഷയങ്ങളെ, നിന്റെ അവസ്ഥയെ, നിന്റെ സാഹചര്യങ്ങളെ അറിയുന്നവർ ചിലര് പറയാൻ പോവുകയാണ്, ഇതൊരു അത്ഭുതമാണ്. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ രാത്രിക്കമന. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ചിലപ്പോൾ 2 വർഷം 3 വർഷമായ നടക്കുമായിരിക്കും. ആമേൻ. കാനഡയിൽ വന്നല്ലേ, കാനഡയിലാണല്ലോ, അല്ലെങ്കിൽ യുഎസിലാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നാട്ടുകാർ പറയും ഒരു 2 വർഷം 3 വർഷം 4 വർഷം ആകുമ്പോൾ ചിലപ്പോൾ നടക്കുവായി. പക്ഷേ 52 ദിവസത്തിനകത്ത് ഇത് നടക്കത്തില്ല. ഇന്ന് രാത്രി റിസീവ് ചെയ്യാൻ എത്ര പേര്? ഹല്ലേലൂയ. 52 ദിവസത്തിന് ഇത് നടക്കത്തില്ല. പക്ഷെ ഞാൻ റിസീവ് ചെയ്യുന്നു. ഞാൻ റിസീവ് ചെയ്യാൻ പോവാ. എന്റെ കുടുംബം റിസീവ് ചെയ്യാൻ പോവാ. എന്റെ തലമുറ റിസീവ് ചെയ്യാൻ പോവാ. എത്ര പേര് അത് പറയും? ഓ, നിങ്ങൾ പറഞ്ഞാട്ടെ, പ്രഖ്യാപിച്ചാട്ടെ. I'm going to receive it. I'm going to receive it. ഞാൻ അത് അനുഭവിക്കാൻ പോകുക, ഞാൻ കാണാൻ പോകുക. 52 days ഉപവാസം. ഇത് വെറുതെ അല്ല കേട്ടോ. ഇത് ഹല്ലേലൂയ. ഇതൊരു പാരമ്പര്യ ഉപവാസമല്ല. ഇത് ചിലത് പിടിച്ചെടുക്കുന്ന ഉപവാസമാണ്, ചിലത് പണിയപ്പെടുന്ന ഉപവാസമാണ്, ചിലത് നടത്തിപ്പിക്കുന്ന ഉപവാസമാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ട് ദൂരേറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സാധ്യമത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോസ്തലനായ പൗലോസ് സാധാരണ ഒരു വ്യക്തി ഇതാണെന്ന് വചനം പറഞ്ഞു, വചനം കേട്ട് വിശ്വസിച്ചവനോട് അപ്പോസ്തലനായ പൗലോസ് പറയണേ, എഴുന്നേറ്റ് നടക്ക. എഴുന്നേറ്റ് നടക്ക. രാത്രികാലം വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആരും കേട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കുക. ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും പറയാം, നമ്മുടെ സഭയിലുള്ള ഏറ്റെടുക്കുന്നവർ, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം, ചിലരിൽ ഇങ്ങനെ ഹല്ലേലൂയ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ ഇരിക്കും. ചില പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൈയടിയൊന്നുമില്ല. ചിലവർ മനസ്സിൽ കൈയടിക്കുകയായിരിക്കും. നമുക്ക് പുറത്ത് നോക്കി പറയാൻ പറ്റില്ല. അവരുടെ വിഷമങ്ങൾ കൊണ്ടിരിക്കുകയായിരിക്കും, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ടിരിക്കുക, അവരുടെ സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരുടെ ഒരു കാര്യം ഞാൻ പറയും, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ? വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. 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 എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഒരു ദൈവദാസന്റെ പ്രസംഗം ഞാൻ പണ്ട് പ്രസംഗിക്കുന്നത്, ഞാനൊരു സാധാരണ വിശ്വാസിയായിരുന്നു. അപ്പൊ ദൈവദാസൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, അല്ലെ നിങ്ങൾക്ക് ഒരു കാറ് കിട്ടുമെന്ന് ദൈവം ഒരു ദൂത് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുത്തോ. അപ്പൊ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ പോകുമ്പോ ആ കാറ് കൊണ്ട് ഞാനങ്ങ് എനിക്ക് കാറ് കിട്ടുമെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് കിട്ടുന്ന ദൂത് കയറി പിടിച്ചോണം. ഒരാൾക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയായിരിക്കും? ഒരു ദേവദാസിന്റെ ഒരു സാക്ഷ്യം ഇങ്ങനെ കേൾക്കുവാനായി. നമ്മുടെ എനിക്ക് തോന്നുന്നു പാസ്റ്റർ പേര് സാജൻ പാസ്റ്റർ, കോട്ടയത്തുള്ള പാസ്റ്റർ എന്നത് വിശ്വാസിയായിരുന്നപ്പോഴാണ് തോന്നുന്നു. ഏതോ ചേർച്ചിലെ ഒരു ദേവദാസൻ പറഞ്ഞു, നിന്നെ ദൂതെന്ന് പറയുക, ഒരു അപ്പച്ചനോട് ദൂത് പറയുക, അല്ലെങ്കിൽ നിന്നെ ഹെലികോപ്റ്ററിൽ ദൈവം അല്ലെങ്കിൽ അങ്ങനെ ആകാശത്തിനെ വർദ്ധിക്കുക, ഇങ്ങനെ എല്ലാം പറയുകയാണ്. അപ്പച്ചനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. ആമേൻ. ഒരു അനക്കമില്ല. പക്ഷെ ഈ ദൂത് കേട്ട പാസ്റ്റർ, ഇത് കേട്ടുകൊണ്ടിരുന്ന പാസ്റ്റർ അങ്ങ് കയറി പിടിക്കുവോ. ആമേൻ 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 പറഞ്ഞു. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞു, ദൈവം ശുശ്രൂഷയിൽ കയറി, ശുശ്രൂഷ ചേച്ചിലെ പാസ്റ്ററായി. ഹല്ലേലൂയ. ദൈവം അങ്ങേർക്ക് ഹല്ലേലൂയ ഓസ്ട്രേലിയയിൽ വിസ കൊടുത്തു. ഓസ്ട്രേലിയയിൽ കൊണ്ട് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, പാസ്റ്ററെ കുറച്ച് ദിവസത്തേക്ക് ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ, ഒന്ന് വരണം. അല്ലെങ്കിൽ പാസ്റ്ററിനെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കുന്നു. നേരെ കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ കൊണ്ട് ഓസ്ട്രേലിയയുടെ പട്ടണം പറപ്പിച്ച് കാണിച്ചു കൊടുത്തു. അമ്മേ പൊട്ടനെ പോലെ. ഈ കയ്യടി കണ്ടപ്പോ നാട്ടുകാർ പറഞ്ഞാൽ ഇവനൊരു വിദ്യാഭ്യാസമില്ല, വിവരവും ഇല്ല, ഇവനെ ഹെലികോപ്റ്ററിൽ പറത്താൻ പോകുന്നു പറഞ്ഞ അപ്പച്ചന്റെ അടുത്തല്ലേ ദൂത് പറഞ്ഞത്, നീ എന്തിനാ കിടന്ന് ചാടുന്നത്? ഹല്ലേലൂയ. ആരോട് ദൂത് പറഞ്ഞാലോ ദൈവ ശബ്ദമാണോ കേട്ട് പിടിച്ചോടാ. ഇന്ന് രാത്രിക്കാലം നിന്നോടുള്ള ദൂത, നിന്റെ കുടുംബത്തോടുള്ള ദൂത, നിന്റെ തലമുറയോടുള്ള ദൂത ദൈവം നടത്തി കാണിക്കാൻ പോവുകയാണ്. നടത്തി കാണിക്കാൻ പോവുകയാണ്. നടത്തി കാണിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം.
ഓ രഖനമനാധിരിക്കന. ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ദൈവം ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടിയുള്ള ദൂതുകളെല്ലാം ദൈവം കൈമാറി കഴിഞ്ഞു. റാന്തിരി കമശേഖ രമന്തിരി കമന ഹദനമന ഗദന റാന്തിരി കമശേഖ രിമന അൽപദമേശ അൽപദമേശ. ഈ ദൂതുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് കത്തട്ടെ. ആമേൻ. ഇങ്ങനെ വചനം പറയുന്നു, യേശു ക്രിസ്തു സംസാരിച്ചിട്ട് മാറിപ്പോയി. പക്ഷേ ആ വചനം അവർ പറയുക, ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ ഉള്ളിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് കത്തുകയായിരുന്നു. ആമേൻ. എന്ന് കത്തണം. ഓ കത്തണം. ആമേൻ. കത്തണം. ഓ കത്തട്ടെ. അല്പം നിമിഷം. ഓ നിങ്ങളെ വേറെ ചിന്തിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിച്ചാണ്. ഓ ഇന്ന് പകൽക്കാലം ദൂത് ദൈവം ഓൾറെഡി കൈമാറി കഴിഞ്ഞു. ഇന്ന് രാത്രികാലം നിന്നോടുള്ള ദൂത് ദൈവം ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. വചനം ഇവിടെ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ കാര്യം സാധിക്കാതെ ഇത് മടങ്ങി വരത്തില്ല. മടങ്ങി വരണമെങ്കിൽ കാര്യം സാധിക്കണം. അതിന് ഡിലേ വരാതെ ഇന്ന് രാത്രികാലം അത് സംഭവിക്കണം. Let it start right now. അതിന്റെ ആരംഭം ഇന്ന് തന്നെ ആകട്ടെ, ഈ ദിവസം തന്നെ ആകട്ടെ. 52 ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഇന്ന് തന്നെ ചില അത്ഭുതങ്ങൾ ദൈവത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ വെളിച്ചം ഉണ്ടായെങ്കിൽ സൂര്യൻ ഉണ്ടായില്ല അവിടെ. ഹല്ലേലൂയ. വെളിച്ചം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ ഉണ്ടായി എന്ന് പറയുന്നില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വെളിച്ചമുണ്ടായി. ഇന്ന് രാത്രിക്കാർ ഒരു ദൂത് പറയാ. ലോകക്കാര് പറയും കറണ്ട് വേണം, ലോകക്കാര് പറയും സൂര്യൻ വേണം, സൂര്യൻ ഉദിക്കണം. ഇന്ന് രാത്രിക്കാർ ഒരു ദൂത് പറയാ. പക്ഷെ എനിക്ക് ദൈവ ശബ്ദം മാത്രം മതി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെളിച്ചമുണ്ടായെങ്കിൽ ഇന്ന് രാത്രിക്കാരൻ ഈ ദൈവ ശബ്ദം ചിലരെ ക്രിയേറ്റ് ചെയ്യാം. ഈ വർഷത്തെ അവസാനത്ത് നമ്മുടെ ഉപവാസം ചർച്ചുമായിട്ട് കൂടുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസത്തിന് ഒരു തടസ്സമില്ല. ഇത് കൂട്ടം ചർച്ചുമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഉപവാസമാണ്. ഈ ഉപവാസ പ്രാർത്ഥന സഭയ്ക്ക് ഒരു വിടുതല, ഇവിടെ വരുന്ന ഓരോ കുടുംബങ്ങൾക്ക് ഒരു വിടുതല, ഈ ദേശത്തിന് ഒരു വിടുതല. ആരും വെറുതെ ഇരിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് എഴുന്നേക്കാൻ പോവുക. ഇന്ന് രാത്രികൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ദൈവ ശബ്ദം മതി. ചിലർ പറയാം, എവിടെയാ സമ്പത്ത്, എവിടെയാ കാശ്, എവിടെയാണ് എന്റെ പേപ്പർ? ഇന്ന് രാത്രിക്കാലം അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. അവരുടെ ശബ്ദം ഇല്ലായെങ്കിൽ ഉള്ളതുപോലെ ചിലതിനെ വിളിച്ചു വരുത്തും. പ്രാർത്ഥിച്ചാട്ടെ. ഓ രാധന മനഗദന മനഗസതി റിഗാ മന ഹദന മനഗദന. ഓ രാത്രി കന മനഗദന മനഗദന മനഗസതി റിഗാ ധന. ഓ രാധന ഷേഖി മിനാദി രാത്രി ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോട് ആത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ദർശനങ്ങൾ കാണുകയാണ്. ചില വിഷൻസ് നിങ്ങൾ കാണേ. കണ്ണടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് കണക്ട് ആകട്ടെ. ചില വിഷയത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുന്നത് നീ കാണുകയാണ്. ഓ നിന്റെ ശുശ്രൂഷയെ കെട്ടിയ ബന്ധനങ്ങൾ അഴിയുക. നിന്റെ ശുശ്രൂഷയെ കെട്ടിയ ചില ബന്ധനങ്ങൾ അഴിയുക. നിന്നോടുള്ള ദൈവിക പദ്ധതിയെ കെട്ടിയ ചില ബന്ധനങ്ങൾ അഴിയുക. ഓ ചിലരെ കുടുംബമായിട്ട് ഇവിടെ ഇത് കാലി കുത്തിയിരിക്കുന്ന ചിലരെ കുടുംബമായിട്ട് പല രാജ്യങ്ങളിൽ മിഷണറിമാരായിട്ട് പോകത്തക്ക രീതിയിൽ ചില വഴികൾ ദൈവം തുറക്കുകയാണ്. ആമേൻ. ഇത് ഏറ്റെടുത്താട്ടെ.
അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം ഏറ്റെടുത്താണ്ട് this is going to be released. കുടുംബമായിട്ട് ഒരു രാജ്യങ്ങൾ പല രാജ്യങ്ങളിൽ ഒരു ദൂതൂടെ കേറി പറയുകയാണ്, സ്നാനങ്ങൾ കൊടുക്കത്തക്ക രീതിയിൽ വരെ ചില അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രിക്കാലം സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കാൻ തയ്യാറുള്ളത് ഇതെങ്ങനെ സംഭവിക്കുമെന്നല്ല, ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ചില രാജ്യങ്ങളിൽ ദൈവം നിന്നെ അയക്കുക. നീ എത്തുമ്പോൾ തന്നെ അവിടെ വിടുതലുകൾ, അവിടെ രോഗങ്ങൾ മാറിപ്പോകും, ഭൂതങ്ങൾ വിട്ടോടും, അന്ധകാരം മാറും, ജനം ഒരു വലിയ വെളിച്ചം കാണും. വിശ്വസിക്കുക. ഇത് രാത്രികാലം എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. He is with me. Nothing is impossible. നിന്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല, നിന്റെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് ഒരു പ്രശ്നമല്ല, നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ദൈവത്തിന് പ്രശ്നമില്ല. ഭാഗ്യം ശൂന്യമായിരുന്ന ഭൂമിയിലെടുത്ത് വന്ന യേശു ദൈവം പറയുകയാണ്, let there be light. ഇന്ന് രാത്രികാലം ദൈവം അതേ ശബ്ദം വിശ്വസിക്കുന്ന ഒരു റിവൈവലിന്റെ രാത്രിയാണ്. കാൽഗറി പട്ടണത്തിൽ റിവൈവലിന്റെ രാത്രിയാണ്. ഒരു വലിയ ദൈവപ്രവർത്തിയുടെ രാത്രിയാണ്. അതിന്റെ ഭാഗമാകാൻ എത്ര പേർ തയ്യാറാണ്? രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവത്തിനെ വെച്ചിരിക്കുക. അബ്രഹാമിന് ദൂത രാജ്യങ്ങൾക്ക് വംശങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമാകും. അബ്രഹാമിന് കൊടുത്ത ദൂത രാജ്യങ്ങൾക്ക് വംശങ്ങൾക്ക് ഒരു അനുഗ്രഹമാവും. നിന്റെ തലമുറയ്ക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് മാത്രമല്ല, ഇന്ന് രാത്രികളെ ദൈവിക ദൂത രാജ്യങ്ങൾക്ക് അബ്രഹാമിന്റെ സന്തതിയാണ്. അതിന് വിരോധമായി കെട്ടിയ ബന്ധനങ്ങൾ, അതിന് വിരോധമായി ശത്രു കെട്ടിയ ബന്ധനങ്ങൾ ഇന്ന് രാത്രിക്കാലം അഴിയട്ടെ. വിശ്വസിക്കുക. എനിക്കറിയാം സമയം മുന്നോട്ട് പോകും, പക്ഷെ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ചിലരുടെ ജീവിതത്തിൽ ഇന്നൊരു ടേണിംഗ് പോയിന്റ് ആവാൻ പോവുക. എണ്ണ കിട്ടോ, ഇന്നൊരു ടേണിംഗ് പോയിന്റ്. ഇന്നൊരു ടേണിംഗ് പോയിന്റ്, ഇന്നൊരു ടേണിംഗ് പോയിന്റ്. അത് ഇന്നൊരു ടേണിംഗ് പോയിന്റ്. വിശ്വസിക്കുക. ഇന്നൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ദൈവം നിന്നെ നടത്തി കാണിക്കുമെന്ന്. നടത്തത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നടത്തി കാണിക്കുമെന്ന്, നിവരില്ലെന്ന് പറഞ്ഞെടുത്ത് നിവർത്തി കാണിക്കുമെന്ന്. നിന്നെ തല കുനിച്ചവരെടുത്ത് 18 വർഷമായി ഏതോ ഒരു സാഹചര്യത്തിൽ 2006 മുതൽ നീ തലകുനിച്ച് നടക്കുകയാണോ? നിന്നെ തല നിവർത്തുന്ന ദിവസമാണ്. വിശ്വസിക്കുക. നീ ഇനി തല കുനിഞ്ഞ് നടക്കത്തില്ല, ലജ്ജിച്ച് നടക്കത്തില്ല, നീ തല കുനിച്ച് നടക്കത്തില്ല, നീ തല ഉയർത്തി നടക്കോ. നീ തല ഉയർത്തോ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്ക്. ഇന്ന് രാത്രികാലം നീ കാണുന്നത് നീ പിടിക്കോ. ഇന്ന് രാത്രികാലം നീ തല ഉയർത്തി നോക്കോ. ദർശനം കാണാൻ കഴിയാതെ അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ തല ഉയർത്തി നോക്കണം. നിനക്ക് വേണ്ടിയുള്ള കരുതൽ നീ കാണും. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദേശം നീ കാണും. നീ ചെന്ന് പിടിക്കാൻ പോകുന്നത് നീ കാണുക. ആ
ഹല്ലേലൂയ. മോശേ, നീ തല ഉയർത്തി നോക്കുക. ഹല്ലേലൂയ. വാഗ്ദത്തം നീ കാണാം. ഇന്ന് രാത്രികാലം ഒരു ദൂത് പറയാ, നീ കാണുക. നിന്നെ കാണാൻ കഴിയാതെ, അതൊന്നും നോക്കാൻ കഴിയാതെ, സ്വപ്നം കാണാൻ കഴിയാതെ കെട്ടിയ ചില കെട്ടുകൾ, ശുശ്രൂഷയെ കെട്ടിയ കെട്ടുകൾ. ഇവിടെ വരുന്ന ഓരോരുത്തരും ഇവിടുത്തെ മിഷണറിമാരായിട്ട് ഇവിടെ പുറത്തു പോകാം. ഇവിടെ വരുന്നവർ ദൈവത്തിന് വേണ്ടി ചലിക്കണം, അഭിഷേകത്തിൽ ചലിക്കണം. ഇവിടെ വരുന്നവരുടെ കരത്തിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കണം. ഇവിടെ വരുന്ന ഓരോരുത്തരുടെ കരത്തിൽ കൂടെ $1 $1 ചെക്ക് എഴുതത്തക്ക രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അവർ നന്മകളാൽ നിറയണം. എന്റെ ദൈവം സർവ്വ ഉലകത്തെ സൃഷ്ടിച്ചവനാ. നിനക്ക് കരം കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇതാ നീ ചൂണ്ട ഇടുമ്പോൾ നിനക്ക് വേണ്ടത് കരത്തിൽ വരും. ഇന്ന് രാത്രിക്ക് ഒരു ദൂത് പറയാ, നിനക്ക് വേണ്ടത് നിന്റെ കരത്തിൽ എത്തിക്കും. പോക്കറ്റിൽ നോക്കി ഒന്നും കാണത്തില്ല, ബാങ്കിൽ ബാലൻസ് നോക്കി ഒന്നും കാണത്തില്ല. പക്ഷെ പത്രോസേ, നീ ചൂണ്ട ഇടുമ്പോ, നീ ദൈവം പറയുന്നിടത്ത് നീ ഇടുമ്പോ, ദൈവം പറയുന്നത് നീ ചെയ്യുമ്പോൾ നിന്റെ കരത്തിൽ നിനക്ക് വേണ്ടതും അധികവും. പത്രോസേ, നിനക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, ഉടയ തമ്പുരാന് വേണ്ടി ഉള്ളതും നിന്റെ കരത്തിൽ തരും. ഓ, വിശ്വസിക്ക്, വിശ്വസിക്ക്. നിന്റെ ആവശ്യത്തിന് മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടതും നിന്റെ കരത്തിൽ. യേശുവിന് എന്താ കാശ് വേണ്ടത്? യേശുവിന് ഒരു കല്ലിനോട് അപ്പമാ പറഞ്ഞാൽ അപ്പമാകും, ഒരു കല്ലിനോട് അപ്പമാൻ പറഞ്ഞാൽ അപ്പമാവും, ഒരു കല്ലെടുത്തത് കാശാവാൻ കാശാവാം. യേശുവിന് കാശ് ആവശ്യമില്ല. പക്ഷേ നിന്റെ കരത്തിൽ കൂടെ, യേശുവിന്റെ കരത്തിലേക്ക് ചില നന്മകൾ ദൈവസഭയ്ക്ക് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാൻ തരുന്ന എത്ര പേരുണ്ട്? ദൈവരാജ്യത്തിന് നിന്റെ കരത്തിൽ കൂടെ ചില നന്മകൾ. The word of God. ഇത് വചനമാണ്. മീനിന്റെ അകത്ത് ഇത്ര ഹല്ലേലൂയ നന്മ ഒരുക്കാൻ പറ്റുമെങ്കിൽ യേശുവിന്റെ കരത്തിൽ നന്മ ആകാശത്തുനിന്ന് വെറും ആ ഹല്ലേലൂയ പിടിച്ചെടുക്കാമല്ലോ. ഈ നന്മയും തന്നെ വേണോ? ഇല്ല പത്രോസേ, നിന്റെ കരത്തിൽ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇന്ന് രാത്രികൾ ഒരു ദൂത് പറയാ, അവൻ കൊടുത്തപ്പോൾ ആദ്യത്തെ ശുശ്രൂഷ അവനിൽ കൂടെ വെളിപ്പെട്ടത്. ഒരാക്കമനെ വിശ്വസിക്കാത്ത എത്ര പേരുണ്ട്? അവനിൽ കൂടെ 3000 പേർ ആദ്യത്തെ പ്രസംഗത്തിൽ രക്ഷയിൽ വന്നെങ്കിൽ ഇന്ന് രാത്രികളെ നന്മ മാത്രമല്ല, നിന്നിൽ കൂടെ അനേകം ദൈവം നേടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് സാധ്യം? യേശുവിന്റെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടായത് സാധ്യം? യേശുവിന്റെ കൂടെ ഞാനുണ്ട്. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം പോയപ്പോ, ഒന്നുമില്ലാതിരുന്നപ്പോ ഞാൻ യേശുവിന്റെ അടുക്കൽ നിൽക്കുന്നത്. യേശുവിന്റെ അടുക്കൽ ഉള്ളത് കൊണ്ട് ഒന്നുമില്ലായ്മ എടുത്ത് എനിക്ക് ഉള്ളതുപോലെ വിളിച്ച് കാണുവാൻ പറ്റി. യേശുവിന്റെ പടകിലുള്ളത് കൊണ്ട് ആർക്ക് കയറി കിട്ടാത്ത മീൻകൂട്ടൻ എന്റെ പടകിൽ കയറി. ഇന്ന് രാത്രികൾ ഒരു ദൂത് പറയാ, യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ചില അത്ഭുതങ്ങൾ നീ കാണും. എല്ലാവർക്കും അറിയുന്ന പാട്ടാ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ചേർന്ന് ആത്മാവിലൊന്ന് പാടി. സമയം എനിക്കറിയാം കുറച്ച് മുന്നോട്ട് പോയി, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇന്നൊരു ഡെലിവറൻസിന്റെ രാത്രിയാണ്, ഇന്നൊരു അത്ഭുതത്തിന്റെ രാത്രിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ചിലരുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു മാറ്റത്തിൽ നിങ്ങൾ കുറിച്ചിട്ടോ, ഈ ഡേറ്റ് കുറിച്ചിട്ടോ, ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, കുറിച്ചിട്ടോ. ഈ 2024 എന്ന് പറഞ്ഞാൽ ആദ്യ മാസങ്ങൾ 52 ദിവസം എന്ന് പറയുമ്പോൾ ഈ അവസാനവും ആദ്യ മാസങ്ങളും അല്ലേ, ആ പീരീഡാണ് വരുന്നത്. ഈ പീരീഡിനുള്ളിൽ ഉറപ്പായിട്ടും ചില അത്ഭുതങ്ങൾ കാണും. ഉറപ്പായിട്ടും സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നീശുവൻ കൂടെയുള്ളതാ.
സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ദൈവം എന്നെ നടത്തുന്നു. ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ. പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് എന്റെ പടകിൽ മീൻ കയറി. ഓ യേശുവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഓ ദൈവം എന്നെ നടത്തുന്നു. ദൈവം എന്നെ നടത്തുന്നു. യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ
യേശുവിന്റെ കൂടെ ഉണ്ട്. ആരുമില്ലെങ്കിൽ യേശുവിന്റെ കൂടെ ഉണ്ട്. കൂട്ടുകാരില്ലെങ്കിൽ യേശുവിന്റെ കൂടെ ഉണ്ട്. ആരുമില്ലെങ്കിൽ യേശുവിന്റെ കൂടെ ഉണ്ട്.
മനുഷ്യന്റെ ആഗ്രഹപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ശൗല് പരാജയപ്പെട്ടപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദാവീദ്, ദൈവം തിരഞ്ഞെടുത്ത ദാവീദ്, ഗോലിയാത്തിനെ ദൈവം തിരഞ്ഞെടുത്തത് അങ്ങനെയാണ്. മനുഷ്യന്റെ ആഗ്രഹപ്രകാരം തിരഞ്ഞെടുക്കുന്നത് ദൈവം ഉപയോഗിക്കുന്നത്, ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ ദൈവം ഉപയോഗിക്കുന്നത്. യേശുവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇത് സാധിക്കും, ഇത് സാധിക്കും. ഐ വിൽ വാക്ക്. ഇത് നടന്ന് കാണും, നടന്ന് കാണും, നടന്ന് കാണും. ഏത് വിഷയം പറഞ്ഞാലും നീ പറയണം നടന്ന് കാണും, വിശ്വാസത്തോടെ പറയണം നടന്ന് കാണും. ആമേൻ. ദൈവമേ, നല്ല ദിവസത്തിന് നന്ദി പറയുന്നു. ഉപവാസം തുടങ്ങിയ ആദ്യ നിമിഷം മുതൽ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജും ആമേൻ ഈ നിമിഷം വരെ റീഖവാൻ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് അങ്ങേക്ക് സാധ്യമതൊന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ അസാധ്യങ്ങളെയാ സാധ്യമാകുന്നത് കാണുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്നത് നടന്ന് കാണാൻ പോകുന്നത്. 52 ദിവസം ദൈവം അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നടന്ന് കാണും. ദൈവയുടെ സന്നിധി വരുന്ന കർത്താവേ, ഈ മീറ്റിങ്ങിന് തീരുമാനിച്ച നിമിഷം മുതൽ സകലം വന്ന വ്യക്തമായി നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തെന്ന് കർത്താവേ. ഓരോ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ തരുന്ന കർത്താവ്, ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ തരുന്ന കർത്താവ്. വാഗ്ദത്തങ്ങൾ റിലീസാക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ റിലീസാക്കുന്ന രാത്രിയാക്കി ദൈവം മാറ്റി കർത്താവ്. പഠനത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ ഞങ്ങളെ തിരഞ്ഞെടുത്തെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ, മരുഭൂമിയായാലും ഏതവസ്ഥയായാലും വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ്. ഈ സഭയിൽ നിറച്ചതിന് നന്ദി, ഓവർഫ്ലോയിങ് ആമേൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നന്ദി, സ്വന്തമായ സ്ഥലം തന്നതിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായ സ്ഥലം, പാർക്കിംഗ് ലോട്ടോട് കൂടെ ചേർന്ന ഏറ്റവും മനോഹരമായ സഭ ദൈവം നമുക്ക് ബിൽഡിങ്സ് തരുന്നതിന് നന്ദി കർത്താവ്. തന്നതിന് നന്ദി. അങ്ങേക്ക് സാധ്യമായിരുന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാളെ നടക്കുന്ന ആരാധന ഞങ്ങളുടെ കരങ്ങൾ തരുന്ന കർത്താവ്. ദൈവമേ, ദൈവത്താഴ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങൾ തരുന്നു, എല്ലാം ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. എല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുക. ജനത്തെ കൂട്ടിവരുത്തും. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അനേക ദേശത്തിന് രക്ഷിക്കപ്പെടാനുണ്ട്, വരാനുണ്ട്, ദൈവസഭയിൽ ചേരാനുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് കർത്താവ് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം കൃപ ചെയ്യും. എല്ലാം ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ ആമേൻ ആമേൻ.